ഹലോ കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നു. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്ക് റെസിപ്പിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് 2 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. നെയ്യ് ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കശു നട്ട്സ് ചേർത്ത് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കഷ്യൂസ് എല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. ഇനി നമ്മൾ അതേ പാനിലേക്ക് തന്നെ 2 കപ്പ് അവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ വെള്ള അവലാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ കയ്യിൽ ഏത് അവലാണോ ഉള്ളത് അത് ആഡ് ചെയ്യാം. ഇനി നല്ലതുപോലെ മിക്സ് ചെയ്ത് അവൽ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അവലിപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് 1 കപ്പ് ചെറിയ തേങ്ങയാണ് ചേർക്കുന്നത്. തേങ്ങ കൂടി ചേർത്തതിന് ശേഷം രണ്ടും നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. തേങ്ങയിലെ വെള്ളമെല്ലാം പോയി നന്നായിട്ട് ഡ്രൈ ആകുന്നത് വരെ വറുത്തെടുക്കണം. അപ്പോൾ തേങ്ങയും അവലും ഫ്രൈ ആകുന്ന സമയത്ത് നമുക്ക് കുറച്ച് ശർക്കരപ്പാനി ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 കപ്പ് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മധുരം നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. മധുരം അധികം വേണ്ട എന്നുള്ളവരാണെങ്കിൽ 1 കപ്പ് ശർക്കര മതിയാവും. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഉരുക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി നന്നായിട്ട് തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട്. അവലും തേങ്ങയും ഇപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കതൊരു മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. ഞാനിപ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ചെറിയ തരികളോടുകൂടി നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബർഫി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിരുന്ന ശർക്കര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരുന്ന അവലും തേങ്ങ ഇട്ട് കൊടുക്കുവാണ്. ശേഷം എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് 1 സ്പൂൺ ഏലക്ക പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ 1 സ്പൂൺ നെയ്യും ചേർക്കുന്നുണ്ട്. ഇനി എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പാനിൽ നിന്നും വിട്ടു വരുന്നൊരു കൺസിസ്റ്റൻസി ആകുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇല്ലെങ്കിൽ അത് ഭയങ്കര ഡ്രൈ ആയി പോകും. ഇപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന കശു നട്ട്സ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു സ്പൂൺ ഉപയോഗിച്ചാണ് ഇത് സെറ്റ് ചെയ്തത്. സെറ്റ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ നല്ല ഹെൽത്തി ആൻഡ് ടേസ്റ്റി ബർഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.